അത് മാറ്റി വെച്ചിട്ട് പോരാ ഇത് വിങ്സ് ആണോ ലെഗ് ആണോ എന്ന് സംശയമുണ്ട്. നമ്മുടെ സ്കോട്ട്ലാൻഡിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പബ്ബുണ്ട്, വെതർ സ്പൂൺ എന്ന് പറയും. അവിടെ ഒരു കിടിലൊരു ഡിഷ് ഉണ്ട്. അറിയാമോ ഏതാണെന്ന്? ഏതാണെന്നറിയാമോ? ഫിഷ് ആൻഡ് ചിപ്സ് ഓക്കെ, വൺ ഓഫ് ദ ഫേമസ് ആണ്. നിന്റെ പേഴ്സണൽ ഇഷ്ടമാണല്ലേ? ഓക്കെ. എന്നാലും ഫിഷ് ആൻഡ് ചിപ്സ് അല്ലാതെ ഒരു കിടിലൊരു ചിക്കൻ ഡിഷുണ്ട്. അപ്പം നമുക്ക് അത് ഒന്ന് ട്രൈ ചെയ്യാനാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ മദർവൽ എന്നൊരു സ്ഥലമുണ്ട്, ഇവിടെ ഒരു വെതർ സ്പൂൺ ഉണ്ട്. അപ്പോൾ ഇവിടെ കയറി നമ്മൾ നോക്കി ആ ഡിഷ് ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് പറയാം. നമ്മൾ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച സാധനം എന്ന് വെച്ചാൽ വെതർ സ്പൂണിലെ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഫുഡാണിത്. അതായത് സ്പൈസി ചിക്കൻ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇവിടെ വന്ന് ആകെ ട്രൈ ചെയ്യുന്നത് ഫിഷ് ചിപ്സ് ഫേമസ് ആണ്. പക്ഷെ ഇത് ഒരു നല്ലൊരു സംഭവമാണ്. ശരി, നമ്മൾ വേറെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. ഫിഷ് ആൻഡ് ചിപ്സ് ഇഷ്ടമായതുകൊണ്ട് അതാണ് എപ്പോഴും ട്രൈ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് ഓർഡർ ചെയ്തു, പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സാധനം ഫുഡ് വന്നിട്ട് നമുക്ക് നോക്കാം. സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് സ്പൈസി ചിക്കൻ വിങ്സ്. അപ്പോൾ സ്പൈസി ചിക്കൻ വിങ്സ് ആണ്. നമ്മൾ നോർമലി വെതർ സ്പൂണിൽ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഇത് വിങ്സ് ആണോ ലെഗ് ആണോ എന്ന് സംശയമുണ്ട്. ഇത് വിങ്സ് ഉണ്ട്, ഇത് ലെഗ് ആണ്. ലെഗ്സ് അല്ല, ലെഗ്സ്. ഇത് വിങ്സ്. വിങ്സ് നല്ല ചതയുള്ള വിങ്സ്. അല്ല, വിങ്സ് ഈ ഉണ്ട പോലെ പിന്നെ കൈയുടെ ഭാഗത്ത് അറിയത്തില്ല. ഈ ഉണ്ട വിങ്സ് ഇങ്ങനല്ലേ ഇടേ? എങ്ങനെ? അതല്ല വിങ്സ്. ഇതിനറ്റ ഒരു ഭാഗമുണ്ട്, അതറിയാവോ? നമ്മൾ കട്ട് അതുകൂടെ ചേർത്ത് മറ്റേ മാറ്റി കട്ട് ചെയ്യല്ലേ? നല്ല മുഴുത്ത കോഴി. അപ്പം ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം. കാണുമ്പോൾ നല്ല കേരള ചിക്കൻ 65 പോലെ ഉണ്ട് അല്ലേ? ചിക്കൻ 65 പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനം. സ്പൈസി ആണോ കഴിച്ചിട്ട്? ഇച്ചിരി സ്പൈസി സോസ് കൊണ്ട് വയ്ക്കുക. സ്പൈസി നീ പറയും പോലെ കഴിക്കാം. സ്പൈസി സോസ് ഒഴിക്കുക. എങ്ങനെയുണ്ട്? നമ്മളൊരു നോർത്ത് ഇന്ത്യൻ ടച്ച് ഫ്ലേവർ പോലെ. അടിപൊളി. വിത്ത് സോസ് കിട്ടില്ല. തനി 65. പക്ഷേ നമുക്ക് ഇവിടുത്തെ മെനുവിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ റൈസ് ഒക്കെ ഉണ്ട്. ഇന്ത്യൻ എന്തൊക്കെ ഇന്ത്യൻ ഐറ്റംസ് ഉണ്ട്. പക്ഷെ എനിക്ക് അറിയത്തില്ല, ഞാനിത് ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ കൊറിയൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കൊറിയൻ ചിക്കൻ ട്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഫിഷ് ആൻഡ് ചിപ്സ് അടിപൊളിയാണ്. അടിപൊളി അഫോർഡബിൾ റേറ്റ് ആണ്. ഇതിന്റെ റേറ്റ് എങ്ങനെയാ? ഇത് 2 എണ്ണം വരുമ്പോ 5 പോകണ്ടേ ഉള്ളൂ. അതായത് 10 പീസ് 10 പീസിന് 5 കൊണ്ടുള്ളൂ. കൊള്ളാം. 3 രൂപയ്ക്ക്. അതിൻ്റെ കൂടെ ഞാനൊരു സൈഡറും പറഞ്ഞിട്ടുണ്ട്. സ്പൈസി ചിക്കൻ വിത്ത് സൈഡർ. എനർജി. ഉപ്പാ അതിന്റെ അടിയിൽ അവന്റെ സാധനം അല്ലേ? എന്ത് സാധനം? ആവശ്യം മോളിൽ നിന്ന് കുടിച്ചപ്പോ മധുരം ഉണ്ടായി, താഴെ നിന്ന് കുടിച്ചപ്പോ ഒരു ബന്ധം. ഇത് കള്ള കലക്കി കുടിക്കാനായിട്ട്. ഇത് പിന്നെ സൈഡറാ, സൈഡർ ആൽക്കഹോള്. എന്തൊക്കെ നിങ്ങളെ പറയുന്നത്? ചേട്ടൻ എനിക്കുണ്ടായിരുന്നു, ഞാൻ കുടിച്ചു കഴിച്ചു. എനിക്കിത് ഇഷ്ടമല്ല. അത് ചേച്ചി കഴിച്ചു. ചേച്ചി അമ്മ വൃത്തിയായിട്ട് കഴിക്കും. അവള് കഴിച്ചാണ് അറിയാനുണ്ട് കേട്ടോ. അങ്ങനെ വേണം കഴിക്കാൻ. അതൊക്കെ നമ്മള് കോൺവെർസേഷൻ ഉള്ളതാണ്. നമ്മൾ അങ്ങനെയാണല്ലേ? സ്പൈസി ചിക്കൻ എന്ന് പറയാൻ നമ്മുടെ സ്പൈസ് ഇല്ല. പക്ഷെ കൊള്ളാം, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 അടിച്ചൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ട് അടിപൊളി. ചിക്കൻ 65 വിത്ത് ലെഗ് എങ്ങനെയിരിക്കും? ആ സൈസ് ലെഗ് ഒന്നും അല്ല,
ചിക്കൻ അത് തന്നെ ചിക്കൻ 65 വിത്ത് ലെഗ് ഇരുന്ന് എങ്ങനെ ഇരിക്കും അത് മറ്റേ ബോൺലെസ് അല്ലേ ചിക്കൻ 65 അത് വിത്ത് ലെഗ് ഇരുന്ന് എങ്ങനെ ഇരിക്കും ആ സെയിം സാധനം പിന്നെ നാട്ടിലെ വിത്ത് ബോണിരുന്ന് പിന്നെ ലെഗ് എന്ന് പറയുന്നത് അല്ല സോറി ബോണ ലെഗ് ആയി ലെഗ് ബോൺ ഒന്നല്ലേ ഇവള് മണ്ടി ലെഗ് മാത്രമല്ലല്ലോ ചിക്കൻ ഉള്ളത്. ലെഗ് പിന്നെ ബോണല്ലേ സാരമില്ല. അറിയില്ല അതെ അപ്പൊ സംഭവം കൊള്ളാം, അടിപൊളി സ്റ്റാർട്ടറായിട്ട്. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് അടിക്കാൻ വേണ്ടിയൊക്കെ ടച്ചിങ്സ് ആയിട്ടും കൊള്ളാം, അടിപൊളി സാധനം. പിന്നെ 65ന്റെ ഇത് വാട്ടർ വിത്ത് ഐസ് സ്മിർനോഫ് വിത്ത് ലെമണേഡ്. ലെമണേഡിന്റെ ടേസ്റ്റ് ഉണ്ടാവും. അതാ വാട്ടറിനകത്ത് ഐസ് തോന്നിയതാണ് ലെമണേഡാ ആ അതെ. പിന്നെ അതുപോലെ തന്നെ വിത്ത് ലെമണേഡ് പിന്നെ പ്ലസ് ടച്ചിങ്സ് ആയിട്ട് സ്പൈസി ചിക്കൻ. സ്പൈസി ചിക്കൻ. നാട്ടിലെ 65 പോലെ കറിവേപ്പില ഒന്നും ഇല്ല, പക്ഷെ കറിവേപ്പില തപ്പില്ല, കൊള്ളാം, കൊള്ളാം. അത് ശരി, നമ്മുടെ ഒരു മസാല ടച്ചൊക്കെ ഉണ്ട്. ടച്ച് ഉണ്ട്. അതെ അതെ അതെ. അപ്പൊ വീക്കെൻഡ് ഒക്കെ ഓഫ്, ഇവിടെ വീക്കെൻഡ് ആണെങ്കിൽ ഭയങ്കര റഷ് ആയിരിക്കും. റേറ്റ് കുറവ്, വീക്കെൻഡിലാണ് കുറവ് കേട്ടോ. ആണോ? അങ്ങനെ ഉണ്ടോ? വീക്കെൻഡ് കൂടുതലല്ലേ വരുന്നത് അല്ലെങ്കിൽ പൊതുവെ ഇവിടുത്തെ ശരി, വീക്കെൻഡിൽ റേറ്റ് കൂടുതലാണ്. അല്ല, പൊതുവെ വെതേഴ്സ്ബോളിലെ ഫുഡ് എല്ലാം നല്ല പക്ഷെ ഇവിടുത്തെ വിശ്വം കിട്ടലാണ് കേട്ടോ, അതൊരു രക്ഷയില്ല എനിക്ക് പറയാം. ഞങ്ങൾ എപ്പോഴും ഇവിടെ ട്രൈ സാധനം നമ്മളും തന്നെ. പിന്നെ ഒരു ഫിഷ് ഇത്ര ഉണ്ട്, ഒരു ഫിഷ് വെറൈറ്റി. ഒരാൾക്ക് ഫുള്ള് കംപ്ലീറ്റ് എനിക്ക് പാടാം. ഞാൻ എപ്പം വന്നാലും എനിക്ക് പാടാം. ഫിഷും ചിപ്സും പ്ലസ് പീസ് ഗാർഡൻ പിന്നെ അതിലൂടെ കോംബോ ആയിട്ട് ഡ്രിങ്ക്സും കിട്ടുമല്ലോ. ഡ്രിങ്ക്സ് ഫുള്ളൊന്നും എനിക്കതില്ല, എന്തെങ്കിലുമൊക്കെ ബാക്കി വരും. അപ്പൊ അതൊന്നും കാരണം അത്ര വലിയ ഡയറ്റിംഗ് ആടി ഷുഗർ കട്ടാ. വെതേഴ്സ്ബോളിൽ ഇതുവരെ പോയിട്ടില്ലാത്തവരാണ് യു കെയിലുള്ളവരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വെതേഴ്സ്ബോളിൽ ട്രൈ ചെയ്യാം. അത് ഒരു വേറെ എക്സ്പീരിയൻസ് ആണ്. അതെ, ഇതിന്റെ തന്നെ സ്പൈസി ആയിട്ടുള്ള ബഫലോ ചിക്കനും ഉണ്ട്, സോറി ബർഗറും ഉണ്ട്. അതുകൂടെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും, നല്ലതാണ്. നമ്മൾ ശരിക്കും ബഫലോയുടെ ബർഗർ അല്ല, ബഫലോയുടെ അല്ല, അത് ചിക്കനാണ് സംഭവം. എനിക്ക് അബദ്ധം പറ്റിയ ബഫലോ വിങ്സ്, ബഫലോയുടെ വിങ്സ് അത് വിചാരിച്ചു. ഇല്ല, ബഫലോക്ക് വിങ്സ് ഇല്ലല്ലോ. പെട്ടെന്ന് നമ്മൾ ഓർക്കത്തില്ല. അതെ, നമ്മൾ ട്രൈ ചെയ്യുന്ന ഫുഡെല്ലാം അങ്ങനത്തെ ഫുഡായിട്ട് പെട്ടെന്ന് ചേട്ടൻ അതാണ് പെട്ടെന്ന് ബഫലോയ്ക്ക് വിങ്സ് ഉണ്ടോന്നല്ല ഞാൻ ചിന്തിച്ചത്. ബഫലോ വിങ്സ് എന്ന് പറഞ്ഞപ്പാ പിന്നെ ഞാൻ ആലോചിച്ചത്, പിന്നെ ഞാൻ ചോദിച്ചു ബഫലോ വിങ്സ് ഉണ്ടോ. ബഫലോക്ക് വിങ്സ് ഇല്ല. ആ സത്യം നമ്മൾ പിന്നെ മനസ്സിലാക്കിയത്. ആ സത്യം നമ്മൾ പിന്നെ മനസ്സിലാക്കിയത്. അപ്പോൾ ഗൈസ്, എന്തായാലും ഈ ചിക്കൻ സ്പൈസി ചിക്കൻ എന്തായാലും അടിപൊളിയായിരുന്നു, റെക്കമെൻഡബിൾ ആണ്. നമുക്കൊരു 8 കൊടുക്കാം അല്ലേ? 10 out of 8 കൊടുക്കാം. 10 out of 8 അങ്ങനെ കൊടുക്കും. എന്താ പ്രശ്നം? രണ്ടെണ്ണം അടിച്ചതുകൊണ്ട് ചിലപ്പോ തലക്ക് പിടിച്ചാന്ന് തോന്നുന്നു. പിന്നെ അതെ, ഞാൻ പണ്ട് കണക്ക് കുഴപ്പമില്ല, നല്ല A+ കൂടി കണക്ക് മാർക്ക് പാസ്സായതായിരുന്നു. അതിൻ്റെതായിട്ടുള്ള കാണാനുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ ബൈ ബൈ ബൈ.